CPIM തവളക്കുണ്ട് ബ്രാഞ്ച് സമ്മേളനം തവളക്കുണ്ടിൽ വെച്ച് നടന്നു. മുതിർന്ന പാർട്ടി അംഗങ്ങളായ പാറുവമ്മ, കുഞ്ഞമ്മ ജോസഫ്, കാർത്തികേയനിയമ്മ, ലീല ടീച്ചർ തുടങ്ങിയവരെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. മികച്ച ക്ഷീരകർഷകൻ കേശവൻ നമ്പീശിനെയും കൂടാതെ ബോട്ടണിയിൽ PhD കരസ്ഥമാക്കിയ ജോസ്കുട്ടി മാസ്റ്ററെയും ഡോക്ടർ രവീണ R നമ്പ്യാർ, BNYS തുടങ്ങിയ വിജയികളെയും അനുമോദിച്ചു. തുടർന്ന് CPIM തവളക്കുണ്ട് ബ്രാഞ്ച് പാലിയേറ്റീവിൻ്റെ ധനസഹായ വിതരണവും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു. ഇതിന് ശേഷമാണ് സമ്മേളന ചടങ്ങിലേക്ക് കടന്നത്. സമ്മേളനം എളേരി ഏരിയ കമ്മിറ്റി മെമ്പർ PV അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി V രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. TV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ BV അജയ്കുമാർ, K ജനാർദ്ദനൻ, TV പ്രസാദ്, K ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയാണ് നമ്മുടെ പാർവതി കക്കുന്നത്ത്. പാർവതിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ അസുഖം വന്നവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവരെയും നല്ല രീതിയിലുള്ള പരിപാലനങ്ങൾ നടത്തി ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ്. ആ രീതിയിൽ അതുപോലെ മറ്റ് അവർക്ക് കിടപ്പ് രോഗികളാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് എയർ ബെഡ്, അതുപോലെ തന്നെ വീൽ ചെയർ, മറ്റ് വാക്കർ, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല നമ്മളോട് പറയുന്ന നമ്മളെ ശ്രദ്ധയിൽ വരുന്നവരൊക്കെ ചെറിയ രീതിയിൽ ചികിത്സാ സഹായങ്ങൾ ചില ആൾക്കാർ അഭ്യർത്ഥിച്ചാൽ ചികിത്സാ സഹായങ്ങൾ വലിയ കമ്മിറ്റി രൂപീകരിച്ച് മറ്റ് പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ച് നല്ല രീതിയിലുള്ള തുക സംഭരിച്ചു കൊടുക്കൽ, ഇതിൻ്റെ ഒക്കെ നേതൃത്വം ഏറ്റെടുത്ത് തവളക്കുണ്ട് ബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ ഇന്നലെയാണ് വിളിച്ചു പറഞ്ഞ് നമ്മുടെ ബ്രാഞ്ച് പരിധിയുള്ള തൊട്ടടുത്ത താഴെ തന്നെ താമസിക്കുന്ന സണ്ണി ആക്സിഡന്റ് പറ്റിയിട്ട് കുറച്ചു കാലമായി. നേരത്തെ ചികിത്സയൊക്കെ നടത്തി അയാൾക്ക് ഒരു ഓപ്പറേഷൻ കൂടി വേണം. സാമ്പത്തികമായി വിഷമം ഉള്ള ഒരു കുടുംബമാണ്, മറ്റ് വരുമാനങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി നമുക്കൊരു സഹായം ചെയ്യാം എന്ന രീതിയിൽ. അപ്പൊ ഒരു തുക നമ്മൾ ഇന്ന് കൈമാറിയെന്ന് ആ തുക കൈമാറുന്നത് തുക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സണ്ണിയെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ആ തുക കൊടുക്കുന്നത് നമ്മുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് അനൂപിനോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മുടെ തവളക്കുണ്ട് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് PV അനുവാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അത് നമ്മുടെ കൊളങ്കട കാട്ടിയാനി അമ്മയാണ്. അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആദരവ് കൊടുക്കുന്നതാണ്. സഖാക്കളെ, സ്നേഹമുള്ള നാട്ടുകാരെ, കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം മധുരയിൽ വെച്ച് നടക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പം അതിൻ്റെ മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ വരെയുള്ള ഘടകങ്ങളുടെ സമ്മേളനം പൂർത്തീകരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തവളക്കുണ്ട് ബ്രാഞ്ച് സമ്മേളനത്തിനായി നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, കൃത്യമായി 3 വർഷം കൂടുമ്പോൾ CPIM അതിൻ്റെ എല്ലാ ഘടകങ്ങളിലുള്ള സമ്മേളനങ്ങളും പൂർത്തീകരിക്കും. ഇത്തവണ തീരുമാനിച്ചത് സെപ്റ്റംബർ മാസം 1-ന് തുടങ്ങി സെപ്റ്റംബർ മാസം 30-നുള്ളിൽ തന്നെ കേരളത്തിലെ ഏതാണ്ട് 38,400ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കും. അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ
ഏതാണ്ട് 2400-ലധികം വരുന്ന ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിലായി 210 ഏരിയ സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് പൂർത്തിയാവുകയാണ്. അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിൽ 14 ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഫെബ്രുവരി മാസം കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിലെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലുള്ള സമ്മേളനങ്ങളും പൂർത്തിയാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് CPM-നെ കൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവരും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസം, പാർട്ടി സമ്മേളനങ്ങൾ കൃത്യമായും സമയബന്ധിതമായും നടത്തി തീർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും CPM മാത്രമാണ്. തീർത്തും ജനാധിപത്യപരമായ രീതിയിലാണ് സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനത്തിന്റെ അവസാന അജണ്ടയായി ഇന്നിപ്പോൾ ഇവിടെ സമ്മേളനത്തിന്റെ അവസാന അജണ്ടയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെയും കൂടി ഈ ബ്രാഞ്ച് സമ്മേളനം തന്നെയാണ് തിരഞ്ഞെടുക്കുക. അപ്പൊ ആ നിലയിൽ കൃത്യമായി ജനാധിപത്യപരമായ രീതിയിലാണ് പാർട്ടി സമ്മേളനങ്ങൾ നടന്നു പോകുന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചത് മുതൽ പാർട്ടി സമ്മേളനം പല സ്ഥലത്തും നിർത്തിവെച്ചു, പാർട്ടി സമ്മേളനം മാറ്റിവെച്ചു എന്ന നിലയിലൊക്കെ ബോധപൂർവം തെറ്റായ പ്രചാരവേലകൾ നടത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ ഊന്നി പറയാൻ നിർബന്ധിതനായത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഇടപാടുകളിൽ തന്നെ സമ്മേളനങ്ങൾ നടക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ തവളക്കുണ്ട് ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം ഈ ബ്രാഞ്ചിനകത്ത് നടന്ന പ്രവർത്തനങ്ങൾ റിപ്പോർട്ടായി സെക്രട്ടറി ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ വെക്കും, ഇവിടെയല്ല. അതെല്ലാം മെമ്പർമാരും ചേർന്ന് പരിശോധിച്ച് അതിൽ വിമർശനവും സ്വയം വിമർശനമായ രീതിയിലേക്ക് അതിന്റെ ചർച്ചകൾ നടത്തി നൂലെഴുകേറി പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ ആവശ്യമായ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ എടുത്തിട്ടാണ് സമ്മേളനം പിരിയുക. ചുരുക്കി പറഞ്ഞാൽ, മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.